ആത്മീയം ചാനലിന്റെ പുതിയ കഥയുടെ തുടക്കം. കരിങ്കുട്ടിച്ചാത്തൻ. ഈ കഥ കരിങ്കുട്ടിച്ചാത്തനെ കുറിച്ചാണ്. ആദ്യം പിറന്ന കുട്ടിച്ചാത്തൻ, മൂത്ത ജ്യേഷ്ഠൻ, അതിശക്തൻ, ക്ഷിപ്രകോപി. ഇത് വിഷ്ണുമായ ചാത്തന്റെ കഥയുടെ തുടർക്കഥയാണ്. കഥ തുടങ്ങുന്നത് മധു കുടിച്ച് ചാത്തന്മാർ തുള്ളിയ കുടിമന്നത്തിൽ നിന്ന്. പൊന്നുണ്ണിമായെ, എനിക്ക് പുഞ്ചനല്ലൂർ അച്ചമ്പട്ടേരി ഒന്ന് കാണണം. അതിനാൽ ഞാൻ സഹോദരന്മാരായ ചാത്തന്മാരുടെ കൂടെ പുഞ്ചനല്ലൂർ ഇല്ലത്തിലേക്ക് പോവുകയാണ്. എന്റെ മൂത്ത ചേട്ടാ, ഞാൻ കൂളിവാക മാതാവിനെ കൂളിവനത്തിൽ കൊണ്ടുവിട്ടതിന് ശേഷം കൈലാസത്തിൽ പോയി നല്ലച്ഛനെയും പാർവതി മാതാവിനെയും കണ്ടിട്ട് അവിടേക്ക് എത്തിയേക്കാം. മാതാവേ, ഞങ്ങൾ പോയി വരാം, വിട നൽകിയാലും. അനുജന്മാരെ, അപ്പോൾ ഇതാണല്ലേ പുഞ്ചനല്ലൂർ അച്ഛൻ പട്ടേരിയുടെ വാസസ്ഥലം. ചാത്തന്മാരെ, എല്ലാവരും തിരിച്ചെത്തിയോ? ഇതാരാ നിങ്ങളുടെ ഒരു പുതിയ വ്യക്തി? പട്ടേരി തമ്പുരാനെ. ഞാൻ കരിങ്കുട്ടിച്ചാത്തൻ, ഇവരുടെ മൂത്ത ജ്യേഷ്ഠൻ. എൻ്റെ ഓമന കരിങ്കുട്ടി മകനെ, നിങ്ങൾ ഇന്ന് വന്നത് എന്തായാലും നന്നായി. പട്ടേരി തമ്പുരാൻ, ഞങ്ങൾ ഇന്ന് വന്നത് നന്നായി എന്ന് താങ്കൾ പറഞ്ഞത് എന്തുകൊണ്ടാണ്? എനിക്ക് വടക്ക് മാമാങ്കപ്പൂരത്തുനിന്ന് പോകണം. ഇവിടെ ഇട്ടിനാരായണി ഒറ്റക്കല്ലേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കാവൽ നിൽക്കണം. അതിനെന്താ പട്ടേരി തമ്പുരാനെ, അങ്ങ് പോയി മാമാങ്കം കണ്ട് മടങ്ങി വരൂ. ഞങ്ങൾ ഇവിടെ കാവൽ നിന്നോളാം. ഇത്തിനാരായണി, ഞാൻ മാമാങ്കപൂരം കാണുവാൻ പോവുകയാണ്. ചാത്തന്മാർ നിനക്കായി കാവലിനുണ്ട്. നീ പേടിക്കണ്ട. അച്ഛൻ പട്ടേരി മാമാങ്കം കണ്ട് വേഗം ഇല്ലത്തിലേക്ക് തിരിച്ചു വരണേ. എനിക്കിന്ന് ഇട്ടിനാരായണി ഒന്ന് കാണാൻ പോണം. അച്ചമ്പട്ടേരി എന്തായാലും ഇന്ന് മാമാങ്കത്തിൽ നിന്ന് പോയിട്ടുണ്ടാവും. അച്ചമ്പട്ടേരി ചാത്തന്മാരെ കാവൽ നിർത്തിയിട്ടുണ്ടല്ലോ. ഇനി ഞാൻ എങ്ങനെ ഇല്ലത്തിന്റെ അകത്തേക്ക് കയറും? ആരാണ് നിങ്ങൾ? എന്താണ് ഇല്ലത്തിന്റെ മുന്നിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കരിങ്കുട്ടിച്ചാത്തൻ, ഇട്ടിനായരണി, നങ്ങമ്പള്ളി കുഞ്ഞാറ്റോൾ എന്റെ നേർ സഹോദരിയാണ്. ഞാൻ അവളെ കാണാൻ വന്നിരിക്കുകയാണ്. വരണം. ഉണ്ണി നമ്പൂതിരി, പുഞ്ചനല്ലൂരിലേക്ക് സ്വാഗതം. സഹോദരങ്ങളെ ചാത്തന്മാരെ, ഉണ്ണി നമ്പൂതിരി വന്നിട്ട് ഏറെ നേരമായല്ലോ. അദ്ദേഹം ഇനിയും പുറത്തേക്ക് വന്നില്ല. ഞാൻ ചാത്തന്മാരോട് നുണ പറഞ്ഞിട്ടാണ് ഇല്ലത്തിന്റെ അകത്തേക്ക് വന്നത്. ഉണ്ണി നമ്പൂതിരി, പേടിക്കണ്ട, ചാത്തന്മാരൊന്നും അറിയാൻ പോകുന്നില്ല. ദുഷ്ട, നീ എന്നെ കബളിപ്പിക്കുകയായിരുന്നു അല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. നീ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകൂ. അതാണ് നിനക്ക് നല്ലത്. ഇട്ടി നാരായണി, നീ എന്നോട് ചെയ്തതിനു പട്ടേരി തമ്പുരാൻ ഒന്ന് വന്നോട്ടെ. അല്ലയോ എന്റെ അമ്മേ, മറ്റത്തൂർ ശ്രീഭദ്രകാളി, എന്റെ അവസ്ഥ കണ്ടില്ലേ? പുഞ്ചനല്ലൂർ ഇല്ലത്തിൽ വെച്ച് കരിങ്കുട്ടിച്ചാത്തൻ എന്നെ തല്ലുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ദേവി, ഇതിന് പകരം ചോദിച്ചില്ലെങ്കിൽ നാളെ മുതൽ ഞാൻ ദേവിയുടെ തിരുനട തുറക്കില്ല, ദീപങ്ങൾ തെളിയിക്കില്ല. എനിക്ക് വേണ്ടി പകരം ചോദിക്കണം അമ്മേ. എവിടെ നിങ്ങളുടെ മൂത്ത ജ്യേഷ്ഠൻ കരിങ്കുട്ടിച്ചാത്തൻ? ഞാൻ ഇവിടെ തന്നെയുണ്ട്, മറ്റത്തൂർ കാളി. കരിങ്കുട്ടിച്ചാത്ത, നീ എന്റെ തീവ്രഭക്തനായ ഉണ്ണി നമ്പൂതിരിയെ ഉപദ്രവിച്ചു. അതിനുള്ള ശിക്ഷ നിനക്ക് ഞാൻ ഇതാ തരുന്നു. മറ്റത്തൂർ കാളി, നിന്റെ ഭക്തൻ നുണയനും വഞ്ചകനുമാണ്.
നിങ്ങൾ എന്റെ 10 അനുജന്മാരെ വധിച്ചു. അതിനുത്തരം പറയാതെ നിങ്ങളെ ഞാൻ ഇവിടെ നിന്ന് വിടില്ല. ഇവൻ ആരാണ്? 3/4 നാഴിക നേരമായിട്ടും ഇവനെ വധിക്കുവാൻ സാധിക്കുന്നില്ലല്ലോ. കരിങ്കുട്ടിച്ചാത്ത, ആരാണ് നീ? നിന്റെ പിതാവ് ആരാണ്? മാതാവ് ആരാണ്? എന്റെ പിതാവ് ദേവന്മാരിൽ ദേവൻ മഹാദേവൻ, മാതാവ് പാർവതി ദേവി. കരിങ്കുട്ടിച്ചാത്ത, ഞാൻ നിന്റെ നേർപ്പെങ്ങളാണ്. എന്റെ പിതാവും മഹാദേവനാണ്. കരിങ്കുട്ടിച്ചാത്ത, ഇതാ ഞാൻ വധിച്ച ചാത്തന്മാരെ തോറ്റി തന്നിരിക്കുന്നു. നന്ദി മറ്റത്തൂർ കാളി. ഇതാ നിങ്ങളുടെ പള്ളിവാൾ. ഊണൂട്ട് പൂജയ്ക്കുള്ള സമയമായല്ലോ. ഇട്ടി നാരായണിയെ പുറത്ത് കാണാനുമില്ല. അച്ചമ്പട്ടേരി വരുവാൻ സമയമായല്ലോ. ഈ കരിങ്കുട്ടിച്ചാത്തൻ എല്ലാ കാര്യങ്ങളും അച്ചമ്പട്ടേരി അടുത്ത് പറയുവോ? വടക്ക് മാമാങ്കത്തിന് പോയ അച്ഛൻ പട്ടേരി വരുന്നുണ്ട്. ഇവിടെ നടന്നതെല്ലാം ഞാൻ അദ്ദേഹത്തോട് പറയാം. അതുവരെ നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ നിൽക്കണം. ഇട്ടി നാരായണി നങ്ങമ്പിള്ള മോളെ, ഞാൻ മാമാങ്കം കണ്ട് ഇല്ലത്തിലെത്തി. നീ എവിടെയാ? ഇട്ടി നാരായണി നങ്ങമ്പിള്ള മോളെ, എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? അച്ഛൻ പട്ടേരി ഇപ്പൊ വന്നില്ലായിരുന്നെങ്കിൽ അങ്ങ് കാവൽ നിർത്തിയ ഈ ചാത്തന്മാരെല്ലാം എന്നെ തൊട്ട് തീണ്ടി നമ്മുടെ കൊലം മുടിപ്പിച്ചിട്ടുണ്ടാവും. കരിങ്കുട്ടി ചാത്ത, നീ എവിടെയായാലും ഇപ്പോൾ തന്നെ എന്റെ മുന്നിൽ വരണം. എന്നെ എന്തിനാണ് വിളിച്ചത്? പട്ടേരി തമ്പുരാനെ. കരിങ്കുട്ടി ചാത്ത, എവിടെ നിന്റെ അനുജന്മാർ? എല്ലാ ചാത്തന്മാരും എവിടെ പോയി? പട്ടേരി തമ്പുരാനെ, എന്റെ അനുജന്മാർ എവിടെ പോയെന്ന് എനിക്കറിയില്ല. നിന്റെ അനുജന്മാർ എവിടെ പോയാലും എനിക്ക് കുഴപ്പമില്ല. നിന്നെ ഞാൻ കാണിക്കുന്ന കാലക്കേട് അവർ കണ്ടറിയട്ടെ. മുക്കാൽ നാഴിക നേരം കഴിഞ്ഞില്ലേ? ഇപ്പൊ കരിങ്കുട്ടിച്ചാത്തൻ കരിഞ്ഞു പോയിട്ടുണ്ടാവും. ചെമ്പ് പാത്രം ഒന്ന് തുറന്നു നോക്കാം. കരിങ്കുട്ടിച്ചാത്ത, നീ പരമേശ്വരന്റെ മോനാണെന്ന് ഞാൻ മറന്നു. ഞാൻ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം എന്നോട് ക്ഷമിക്കണം. എന്നെ ക്ഷമിക്കുമോ? നീ എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് എനിക്കറിയാം. നിങ്ങൾ ചെയ്ത തെറ്റ് എന്താണ് സംഭവിച്ചതെന്നറിയാതെ എന്നെ ശിക്ഷിക്കാൻ ശ്രമിച്ചതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല. ഞാൻ ഇവിടുന്ന് പോകുന്നു. ചെറുപ്പക്കാരാ, ആരാണ് നീ? എന്തിനു വേണ്ടിയാണ് ഈ ഒറ്റയ്ക്കിരിക്കുന്നത്? എൻ്റെ പേര് പറതലക്കുട്ടി. ഞാൻ പുഞ്ചനല്ലൂരിൽ നിന്ന് വരുന്നു. കുറച്ചു നേരം ഇവിടെ വിശ്രമിക്കുവാനിരുന്നതാണ്. നിനക്ക് അച്ഛനുണ്ടോ? അമ്മയുണ്ടോ? അതോ ഉറ്റവരായ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് അച്ഛനുമില്ല, അമ്മയുമില്ല, ഉറ്റവരായി ആരുമില്ല. എൻ്റെ പേര് തണ്ടായ. ഞാൻ കീഴപ്പുള്ളിയിലേക്ക് പോവുകയാണ്. നീ എൻ്റെ കൂടെ പോരുന്നോ? പറതല കുട്ടി, നീ ഇവിടെ വിശ്രമിക്ക്. ഞാൻ മധു കുടിച്ചിട്ട് ഈപ്പോ വരാം. പെരുമ്പറേച്ചി, വേഗം നടക്ക്. ഇരുട്ടുന്നതിന് മുമ്പേ നമ്മൾ പന്തല്ലൂരിലെത്തണം. ചെക്ക് പറയാ. അതാ നോക്ക്, അവിടെ ഒരു കുട്ടി ഇരിക്കുന്നു. മോനെ, നീ എന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? നിന്റെ വീട് എവിടെയാണ്? ഞാൻ തണ്ടായ കാത്തിരിക്കുകയാണ്. തണ്ടായ മധു കുടിക്കാൻ പോയിരിക്കുക. ഇത് ഏതാണ് ദേശം? ഇത് ഐരാണം എന്ന ദേശമാണ്. നീ പോരുന്നോ?
ഞാൻ വരണമെങ്കിൽ തണ്ടായുടെ സമ്മതം വേണം. പിന്നെ ഞാൻ വന്നാൽ ഞാൻ വിചാരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്നെ പറഞ്ഞയക്കാൻ പറ്റൂ. പറ തലക്കുട്ടി, ഇവിടെ എന്താ പ്രശ്നം? ഇവരൊക്കെ ആരാണ്? ഞാൻ ചെക്കുവൻ. ഇതെന്റെ ഭാര്യ പെരുമ്പറച്ചി. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ ഇവനെ കൊണ്ടുപോയിക്കോട്ടെ. പറതലക്കുട്ടി ഞങ്ങളുടെ കൂടെ വന്നാൽ അവന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തോളാം. പറ തലക്കുട്ടി, സമ്മതമാണെങ്കിൽ നിങ്ങൾക്ക് അവനെ വിളിച്ചു കൊണ്ടുപോകാം. തണ്ടായേ, ഞാൻ ഇവരോട് കൂടി പോകുന്നു. നിങ്ങൾക്ക് എന്താവശ്യം വന്നാലും എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ വന്നിരിക്കും. ചെക്കുവാ, പറതലക്കുട്ടി വന്നതുകൊണ്ട് വീട്ടിലെ എല്ലാ ജോലിയും അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. പെരുമ്പറേജി, നീ ഇതിനു വേണ്ടിയാണോ ആ പാവം കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പെരുമ്പറേജി, അപ്പൊ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം ഇതായിരുന്നു അല്ലേ? ഇതിന് വേണ്ടത് ഞാൻ നിനക്ക് തരുന്നുണ്ട്. മോനെ പറതലക്കുട്ടി, എനിക്ക് തീരെ വയ്യാടാ. ചെക്കുവൻ പുറത്തു പോയി. നീ ഈ കോഴി ഒന്ന് കറി വെച്ച് തരുവോ? അതിനെന്താ, ഞാൻ കറി വെച്ച് തരാലോ. അതിന് കോഴി എവിടെയാണ്? അയ്യോ, എന്റെ കയ്യിലിരുന്ന കോഴി എവിടെ പോയി? ഞാൻ ഇവിടേക്ക് വരുമ്പോ എന്റെ കയ്യിലുണ്ടായിരുന്നല്ലോ. ഇതെന്തു മായം? ഇതാണോ ആ കോഴി? അയ്യോ ചെക്കുവാ, ഓടി വരണേ. ഇതാ തലയില്ലാത്ത കോഴി പെരപുറത്തിരുന്ന് കൂവുന്നേ. നീ എന്തിനാ ഇങ്ങനെ അലറുന്നേ? ഞാൻ കരിങ്കുട്ടി ചാത്തൻ. ഇത് ഇവൾക്ക് ഞാൻ നൽകിയ ഒരു ചെറിയ ശിക്ഷ. കരിങ്കുട്ടി ചാത്തൻ സ്വാമി, ഇവളോട് ക്ഷമിക്കണമേ. ഇവൾക്ക് വേണ്ടി ഞാൻ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു. ചെക്കുവാ, നീ പേടിക്കണ്ട. ആരെയും വഞ്ചിക്കരുത്. അതിനുള്ള ഒരു ചെറിയ ശിക്ഷയായിരുന്നു. ഇനി പറയൂ, നിനക്കെന്താണ് വേണ്ടത്? കരിങ്കുട്ടി ചാത്തൻ സ്വാമി, അങ്ങ് ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും പുറത്ത് ഞങ്ങളുടെ രക്ഷകനായി ഇവിടെ കുടിയിരിക്കണം. ചെക്കുവാ, ഞാൻ വീണ്ടും പറയുന്നു, എന്നെ വിളിച്ചു വരുത്തിയാൽ ഞാൻ വിചാരിച്ചാൽ മാത്രമേ എന്നെ പറഞ്ഞയക്കാൻ പറ്റൂ. പറഞ്ഞയക്കാനോ സ്വാമി? അങ്ങനെ പറയല്ലേ. കരിങ്കുട്ടി സ്വാമിക്ക് ഇഷ്ടമുള്ള കാലം വരെ ഇവിടെ ഇരിക്കാം. കരിങ്കുട്ടി ചാത്തൻ സ്വാമി, ആകെ ഒരു കുഴപ്പമേ ഉള്ളൂ. ഇവിടെ അങ്ങയെ കുടിയിരുത്തുവാൻ മണിയില്ലമില്ല. എന്നെ കുടിയിരുത്തുവാൻ മണിയില്ലം ആവശ്യമില്ല. നിന്റെ ആത്മാർത്ഥമായ ഭക്തി തന്നെ ധാരാളം. എന്നെ ആശ്രയിക്കുന്നവരെ ഞാൻ കൈവെടിയുകയില്ല. ഞാൻ നിങ്ങളുടെ വീടിന്റെ ത്രികോണകോണിൽ വസിക്കും. കരിങ്കുട്ടി സ്വാമി, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ശ്രീപീഠവും ഊണുട്ട് പൂജയും ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ കരിങ്കുട്ടി ചാത്തൻ സ്വാമി കേരളത്തിലെ നിരവധി തറവാടുകളിൽ രക്ഷാമൂർത്തിയായി ഇന്ന് കുടിയിരിക്കുന്നു. വർഷം തോറും കരിങ്കുട്ടി സ്വാമിക്കായി കളമെഴുത്തും പാട്ടും കലശങ്ങളും നടത്തിവരുന്നു. ആത്മീയം ചാനലിന്റെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.